അടക്കുകയും ചെയ്യും. അതിനൊന്നും ഒരു സംശയം വേണ്ട. എന്താ പറയുക, ഞങ്ങൾ നാടിന് വേണ്ടിയിട്ടാണ്. താമരശ്ശേരി പഞ്ചായത്ത് 9ാം വാർഡിന്റെ ഈ ജലനിധിന്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് 10 കൊല്ലമായി ഞാൻ അതിന്റെ പുറകിൽ നടക്കുന്നത്. അത് ആർക്കും കുറെ ആളുകൾക്ക് എന്നെ അറിയാം. എന്റെ വീട്ടിൽ എന്നും വന്ന് സമരം ചെയ്യല്ലേ ആൾക്കാർ. നിങ്ങൾക്ക് ഓർമ്മല്ലായിട്ടാ വെള്ളം കൊടുക്കായിട്ട്, കുടിവെള്ളം. ഞാനൊരു മെമ്പറൊന്നല്ല, ഞാൻ എന്റെ കരറ്റക്കുന്നിന്റെ മുകളിൽ വെള്ളമില്ലായിട്ട് ആൾക്കാർക്ക് കുടിവെള്ള കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആടെ ഒരു കമ്മിറ്റി കൂടി ആൾക്കാരെ കൂട്ടി പഞ്ചായത്തിലൊക്കെ പോയി കച്ചറ ഉണ്ടാക്കി വാർഡ് മെമ്പറൊക്കെ വിളിച്ച് ഇതൊക്കെ കൂടി ഒരു 3-3 ലക്ഷം റുപ്യ എന്റെ കയ്യിലാ പോയത്. എനിക്ക് ഓർമ്മല്ല. കുറെ ആൾക്കാർ കൊണ്ടുത്തരും, കുറെ ആൾക്കാർ കൊണ്ടുത്തരും. പക്ഷെ അവർക്കൊക്കെ വെള്ളം കൊടുക്കണമല്ലോ. 6000 റുപ്യ വെച്ചിട്ട് 80 കുടുംബത്തിന് വെള്ളം കൊടുത്തിട്ടുണ്ട്. എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ്. 10 വർഷമായിട്ട് 100 റുപ്യ ഞാൻ ഓരോടാരോടും ഒരു വാങ്ങിയിട്ടില്ല. ഇന്നും ആ ഒരൊറ്റ ലക്ഷ്യത്തിന്റെ പേരിലാണ് ഞാൻ ഈ സമരപ്പന്തൽ ഇവിടെ വന്നിരിക്കുന്നത്. ഇരുതുള്ളിപ്പുഴ മലിനമാകരുത്. അതിവിടെ പറയാനുള്ള കാരണം എന്താ പറയുക, എന്റെ വീട്ടിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ആ കമ്മിറ്റിയിൽ ഞാൻ എന്നും കച്ചറ ഉണ്ടാക്കും. എന്താ പറയുക, ഈ ഞാൻ പറയില്ല മാസം മാസം വെള്ളം ടെസ്റ്റ് ചെയ്യണമെന്നാ. അതുപോലെ 6 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യും. പറ്റൂല. ഈ പ്രശ്നം ഫ്രഷ് കട്ട് ഇറക്കിയ ഈ വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്ന കാരണത്താൽ മാസം മാസം വെള്ളം ടെസ്റ്റ് ചെയ്യണം. എന്നാലും ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റൂ. എന്താ രോഗമുണ്ടോ മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള അറിയാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈ 20ാം തീയതി രാവിലെ നമുക്ക് 9 മണിയാണ് സമയം. ഒരു 8:45 ആകുമ്പോഴെങ്കിലും ഈ സമരപ്പന്തൽ ഫുള്ളായിരിക്കണം. അപ്പൊ രാവിലെ ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് എന്നാരും പറയരുത്. നമ്മൾ കേരളം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടി ഉദ്യോഗസ്ഥ ആളുകൾ മുഴുവനും ശ്രദ്ധിക്കും. പുഷ്പട ആ പരിപാടി കഴിയുകയാണ് 24ാം തീയതി നമ്മൾ കളക്ടറേറ്റ് ധർണ. ആ കളക്ടറേറ്റ് ധർണയിൽ നമുക്ക് പെർമിഷൻ എടുക്കേണ്ടതുണ്ട്, നമുക്ക് ആളുകളെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. കോർ കമ്മിറ്റി ആളുകൾ സ്ക്വാഡായി തിരിച്ചുകൊണ്ട് ആളുകൾ എത്തിക്കണം, ബസ് ഏൽപ്പിക്കണം, നമ്മളെ കളക്ഷൻ എടുക്കണം. അതിനിടയ്ക്ക് ഇന്ന് രാത്രി വക്കീലിന് പൈസ അയച്ചു കൊടുക്കണം. എന്തൊക്കെ പരിപാടികളുണ്ട്. അപ്പൊ കാണുന്ന ആൾക്കാരേക്ക് ഞങ്ങളിവിടെ സമരപ്പന്തൽ വന്ന് കുത്തിയിട്ട് ഒരാളാകാണ്, മൈക്ക് പിടിച്ച് വർത്താൻ പറയാണ്, അതാണ് ഇതൊന്നല്ല. പുഷ്പേട്ടന്റെ വീട്ടിൽ ഇപ്പൊ എല്ലാവരും കൂടി ഇന്നിപ്പോ ഒന്ന് പോയി, ഞങ്ങൾ സൗഹൃദപരമായിട്ടൊന്ന് പോയി. കുറച്ച് ആളുകൾ പിന്നെ ഒന്ന് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഒന്നും അങ്ങോട്ട് ചെന്നല്ല. അല്ലാണ്ട് ഇപ്പൊ എല്ലാവരെയും ക്ഷണിക്കാൻ പറഞ്ഞാൽ നമുക്കൊരു വലിയ പരിപാടി ഒന്നുമില്ലല്ലോ. മൂപ്പര് വീട്ടിൽ വരെ ഇരിക്കാണ്ട് ഇവിടെ വന്നിരിക്കാൻ എന്താ അറിയോ, ഈ സമരപ്പന്തലിന്റെ പ്രോഗ്രാം നമുക്ക് വിജയിക്കും. അത് 100% ഉറപ്പാ. അത് പാർട്ടി ആളുകൾ ഏറ്റെടുത്താലും വേണ്ടിയില്ല, നമ്മളെ സമരപ്പന്തലിലുള്ള ആളുകൾ ഏറ്റെടുത്താലും വേണ്ടിയില്ല. ഈ സമരം വിജയിക്കാനുള്ള സമരമാണ്. ഈ 31ാം തീയതി പൊല്യൂഷന്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കോഴിക്കോട് ജില്ലാ കേന്ദ്രത്തിൽ നമ്മളൊരു ഐക്യദാർഢ്യ എന്താ പറയുക ബഹുജന ധർണ നടക്കുമ്പോൾ എന്തറിയോ, സ്തംഭിക്കും. ഒരു സംശയം വേണ്ട. ഈ DLFMC മീറ്റ് വന്ന പുഷ്പേട്ടനും മറ്റുള്ളവർക്ക് അറിയാം, ഈ നീതി കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ എത്തിയത് എന്നുള്ളൊരു ബോധം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവും. അതിനുശേഷം വന്ന് കൊടുക്കുന്ന റിപ്പോർട്ടിനൊക്കെ ഒരു അനുകൂല റിപ്പോർട്ട് നമുക്ക് കിട്ടിയാൽ നമ്മൾ സമരം വിജയിച്ചു. അപ്പൊ അതുകൊണ്ട് ഒരാളും ഒരു രാഷ്ട്രീയ പാർട്ടി, ഇതിൽ ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, ഇതില് അയൽക്കൂട്ട സംഘടനകളുണ്ട്, മറ്റു വനിതാ സംഘടനകള്, ഇപ്പം പ്രായമുള്ള ആളുകളാണെങ്കിൽ പല ഗ്രൂപ്പും സംഘടനകളും വ്യക്തികളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളുണ്ട്. എല്ലാവരും 20ാം തീയതി 24ാം തീയതി പരിപാടികൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റിവെക്കണം. 5 കൊല്ലം നമ്മള് പല സമരങ്ങളും നടത്തിയിട്ടുണ്ട്. നമ്മളെ കട്ടിപ്പാറ സമരം നടത്തിയിട്ടാണ് നമുക്ക് ഇത് സ്റ്റോപ്പ് എമ്മോ കിട്ടിയത്. അതൊരു സത്യമാണ്. നിങ്ങൾക്ക് പോന്നിട്ട് ആടെ സമരം ചെയ്തത് കൊണ്ടാണ് അതിന് സ്റ്റോപ്പ് എമ്മോ കിട്ടിയത്. താലൂക്ക് ഓഫീസ് ധർണ, ഈ ധർണയൊന്നും നമ്മൾ നിസ്സാരല്ല. ആ കളക്ടറേറ്റ് ധർണയോട് കൂടിയിട്ട് ജില്ലയിൽ കുറച്ച് പ്ലാന്റും വരും. ഈ പ്ലാന്റ് ഇവിടുന്ന് പൂട്ടിപ്പോകാനുള്ള എല്ലാ പേപ്പറുകളും നീക്കുകയും ചെയ്യും. അത് 100% ഉറപ്പാണ്. അപ്പോ അതിനോടനുബന്ധിച്ച് ഇപ്പം കോടതി വെക്കേഷൻ അല്ലേ, 11ാം തീയതി അല്ലേ പുഷ്പേട്ട? 11ാം തീയതി മുതൽ കോടതി വെക്കേഷനാണ്. കോടതി 15 ദിവസത്തേക്കാ. അപ്പൊ 30ാം തീയതി അവനെ കോടതി ഓപ്പൺ ചെയ്യും. നമ്മൾ സിറ്റിംഗ് അടുത്ത ദിവസത്തേക്ക് വെക്കും. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കളക്ടറേറ്റ് ധർണ ഇവിടെ ശ്രീകണ്ഠനാര് പേരില് ഇതൊരു മാധ്യമ ശ്രദ്ധ ജില്ലയിൽ ഇങ്ങനെ ആളുകളെ ശ്രദ്ധയിൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മളെ സിറ്റിംഗ് കോടതിയിലെത്തുന്നു, നമ്മൾ ഓരോയിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു ലീഗലായിട്ട് ഒരു പോസിറ്റീവ് എവിടെങ്കിലും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിഷയം വിജയിക്കും. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട എനിക്ക് എൻ്റെ പ്രവർത്തകന്മാരോടും എൻ്റെ ഈ കോർ കമ്മിറ്റി മെമ്പർമാരോടും പറയാനുള്ളത്, എല്ലാവരും ഈ 20ാം തീയതിത്തെ രാവിലത്തെ 9 പരിപാടി വളരെ വിജയിപ്പിച്ചു തരണം.
നമ്മളെ നാടിന്റെ ഒരു വിഷയമാണ് 24-ന്റെ പരിപാടികളും. നമുക്ക് ഇവിടെ ബസ് വിളിച്ച് പോകാന്നുള്ള ഒരു തീരുമാനമാണ്. എല്ലാവരും വണ്ടിയും ബൈക്കും കാറൊക്കെ ആയിട്ട് ഒഴിവാക്കിയിട്ട് എല്ലാവരും ഒരുമിച്ച് പോകാന്നൊക്കെ ഉള്ള ഒരു തീരുമാനമാണ് വിചാരിക്കുന്നത്. അതിന്റെ കോർഡിനേഷനൊക്കെ ഒരു